2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വിലയിരുത്തുമ്പോൾ ഏറ്റവും കനത്ത തിരിച്ചടിയുണ്ടായിട്ടുള്ള പാർട്ടി കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗമാണ്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും മറ്റ് 4 സിറ്റിംഗ് MLA-മാരും ഉൾപ്പെടെ പാർട്ടിയുടേതായി മത്സരിച്ച 12 സ്ഥാനാർത്ഥികൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. KM മാണിയുടെ പാർട്ടിക്ക് ചരിത്രത്തിലാദ്യമായി നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം ഇല്ലാതെ പോകുന്നു എന്ന വസ്തുത കൂടി ഈ ഘട്ടത്തിൽ നാം ഓർത്തിരിക്കേണ്ടതാണ്. ജോസ് കെ മാണിയെ സംബന്ധിച്ചും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചും ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് ഇടതുമുന്നണി, പ്രത്യേകിച്ച് CPM-ഉമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ പങ്കാളിത്തമാണ്. എല്ലാ കാലത്തും കേരള കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ വോട്ട് ബാങ്കാണ്. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധം എന്ന് പറയുന്നത് കത്തോലിക്ക സഭാ നേതൃത്വത്തിൻ്റെ കലവറയില്ലാത്ത പിന്തുണയുമായിരുന്നു. ഈ 2 കാര്യങ്ങളും ജോസ് കെ മാണിക്ക് LDF-ലേക്ക് എത്തിയതോടെ കൈവിട്ടു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജോസ് വിഭാഗത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകും എന്ന നിലയിൽ പോലും ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത്. ജോസ് കെ മാണി എന്ന നേതാവിൻ്റെ പിടിപ്പുകേടും പിടിവാശികളും തന്നെയാണ് ഇത്തരമൊരു ഗതികേടിലേക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ എത്തിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം എന്നും സ്വാർത്ഥ താല്പര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മുഴച്ചു നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതായത് ലോക്സഭ MP ആയിരിക്കെ തന്നെ പാർട്ടിക്ക് കിട്ടിയ രാജ്യസഭ MP സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുന്നു. പിന്നീട് രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനായി ഇറങ്ങുന്നു. പിന്നീട് ആ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടതോടെ രാജ്യസഭയിലേക്ക് മടങ്ങിപ്പോകുന്ന ജോസ് കെ മാണി 2024 വീണ്ടും രാജ്യസഭാ MP സ്ഥാനം CPM-ൽ നിന്ന് പിടിച്ചു വാങ്ങിയ ശേഷമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പദവി പോലും രാജിവെക്കാതെ വീണ്ടും മത്സരത്തിനിറങ്ങുന്നത്. ഇങ്ങനെ എല്ലാ സ്ഥാനങ്ങളും തനിക്ക് വേണം എന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആക്രാന്തം നിറഞ്ഞ ശൈലിയാണ് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിക്ക് മേൽ ഇപ്പോൾ വലിയ കരിനിഴലുകൾ വീഴ്ത്തിയിരിക്കുന്നത്. ജോസ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ഉജ്ജ്വല പ്രകടനവും അവർക്ക് വലിയ വെല്ലുവിളിയാണ്. കാരണം ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ഭൂരിഭാഗം അണികളും UDF-ലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സമീപഭാവിയിൽ എങ്ങും തന്നെ ജോസ് കെ മാണിക്ക് UDF-ലേക്ക് മടങ്ങുവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കോട്ടയം ജില്ലയിലെ മാറിയ രാഷ്ട്രീയ സ്ഥിതിവിശേഷങ്ങളാണ് ഇത്തരമൊരു പരിതസ്ഥിതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു കയറിയത്. ഇതിൽ തന്നെ 6 കോൺഗ്രസിൻ്റെ പ്രതിനിധികളാണുള്ളത്. പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ, പുതുപ്പള്ളി, വൈക്കം, കോട്ടയം നിയോജക മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് MLA-മാർ ഇത്തവണ വിജയിച്ചു കയറിയിരിക്കുന്നത്. ജോസ് കെ മാണി വിഭാഗം UDF-ലേക്ക് എത്തിയാൽ ഇതിൽ പല സീറ്റുകളിലും അവർക്ക് അവകാശവാദം ഉന്നയിക്കേണ്ടി വരും. എന്നാൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MLA-മാർ ഈ സീറ്റുകളിൽ ജനപ്രതിനിധികളായി തുടരവേ തന്നെ അത്തരം സീറ്റുകൾ വിട്ടുകൊടുക്കുവാൻ ഒരു കാരണവശാലും UDF-ഓ കോൺഗ്രസോ തയ്യാറാകുകയുമില്ല. അതുകൊണ്ട് തന്നെ UDF-ലേക്ക് ഒരു മടങ്ങിപ്പോക്ക് എന്ന് പറയുന്നത് ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഏറെക്കുറെ അസാധ്യമാണ്. ഇനി അഥവാ 2031 മാറിയ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി കാര്യങ്ങൾ എത്തിയാൽ പോലും സ്വന്തം തട്ടകമായ പാലായിൽ നിന്ന് ജോസ് കെ മാണിക്ക് വിജയിച്ചു കയറുവാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, മാണി സി കാപ്പൻ ഈ തെരഞ്ഞെടുപ്പോടുകൂടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും 2031 കോൺഗ്രസിൻ്റേതായി കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ച് കാണുവാനാണ് UDF-കാരും കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ പാലായുടെ ചരിത്രത്തിലാദ്യമായി കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുന്ന തെരഞ്ഞെടുപ്പിൽ UDF അനുകൂല സ്വഭാവമുള്ള ഈ മണ്ഡലം എത്ര വലിയ തരംഗമുണ്ടെങ്കിലും ഇടതുമുന്നണിയെയോ ജോസ് കെ മാണിയെയോ പിന്തുണയ്ക്കുവാനും സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അണികളിൽ നിന്ന് ജോസഫ് വിഭാഗത്തിലേക്ക് വലിയൊരു ഒഴുക്കുണ്ടാകുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇനി ജോസ് കെ മാണി വിഭാഗത്തെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്ന നേതൃത്വ ചർച്ചകളായിരിക്കും അവർക്ക് വീണ്ടും പ്രതിസന്ധി സൃഷ്ടിക്കുക. അതായത് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ജോസ് കെ മാണിയുടെ UDF-ലേക്കുള്ള മടങ്ങിപ്പോക്ക് തടഞ്ഞത് എന്ന വികാരം ജോസിനെ അനുകൂലിക്കുന്ന അണികൾക്കിടയിൽ റോഷിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഒരു പരിധിവരെ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്ന് റോഷി അഗസ്റ്റിൻ പരാജയപ്പെടണമെന്ന് ജോസ് കെ മാണി അനുകൂലികളായിട്ടുള്ള കേരള കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ചില പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജോസ് കെ മാണി കാലുവാരിയാണ് റോഷിയെ ഇടുക്കിയിൽ തോൽപ്പിച്ചതെന്ന് റോഷി അണികൾ ചൂണ്ടിക്കാട്ടുമ്പോൾ പാലായിൽ ജോസ് കെ മാണിയുടെ പരാജയം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി റോഷി അനുകൂലികൾ കാപ്പൻ അനുകൂലമായും ഷോൺ ജോർജിന് അനുകൂലമായി വോട്ട് മറിച്ചിട്ടുണ്ട് എന്ന ആരോപണം ജോസ് വിഭാഗവും ഉയർത്തിക്കാട്ടുന്നുണ്ട്.
ആത്യന്തികമായി ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ഇനി ദീർഘകാലം സമരസപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധ്യതയില്ല. അതിനാൽ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഒരു പിളർപ്പുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ പിളർപ്പുണ്ടാകുമ്പോൾ പോലും തീർത്തും രാഷ്ട്രീയമായി അപ്രസക്തമായിട്ടുള്ള ഒരു പിളർപ്പാകും അത് എന്ന വസ്തുതയും ഈ ഘട്ടത്തിൽ നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. അതായത് ഒരു MLA മാർ പോലുമില്ലാത്ത പാർട്ടി പിളർന്നാൽ ഒരു ബലാബലത്തിനും സാധ്യതകൾ അവിടെ അവശേഷിക്കുന്നില്ല. കടുത്തുരുത്തി MLA കൂടിയായ ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ് UDF മന്ത്രിസഭയിൽ അംഗമാകും എന്ന കാര്യത്തിലും തർക്കമില്ല. 7 സീറ്റുകൾ വിജയിച്ച പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ മോൻസിന് സുപ്രധാനമായിട്ടുള്ള വകുപ്പ് ലഭിക്കുവാനും സാധ്യതയുണ്ട്. ഇതും ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ പ്രസക്തിക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. കാരണം സഭാ നേതൃത്വം ഉൾപ്പെടെ വരാനിരിക്കുന്ന നാളുകളിൽ അവരുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി സമീപിക്കുവാൻ പോകുന്നത് മോൻസ് ജോസഫിനെ ആയിരിക്കും. അത്തരത്തിൽ മോൻസ് ജോസഫ് കരുത്തനായി നിലകൊള്ളുമ്പോൾ കടുത്തുരുത്തിയിലേക്ക് മാറി മത്സരിച്ച് MLA ആകുവാനുള്ള സ്ഥിതിയും സാഹചര്യവും ജോസ് കെ മാണിക്ക് ഉണ്ടാവുന്നില്ല എന്നതും വസ്തുതയാണ്. അങ്ങനെ നോക്കുമ്പോൾ പാലാ ഉപേക്ഷിച്ച് കടുത്തുരുത്തിയിലേക്ക് പോകുവാൻ പോലും ജോസ് കെ മാണിക്ക് ഇടതുമുന്നണിയിൽ നിന്നുകൊണ്ട് പോലും സാധിക്കുകയില്ല. ഇനി കോട്ടയം ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് മാറി ഏതെങ്കിലും CPMൻ്റെ ശക്തി കേന്ദ്രത്തിൽ പോയാൽ പോലും ജോസ് കെ മാണിയുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയില്ല എന്നതാണ് വസ്തുത. ഒരു പരിധിവരെ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ എവിടെ മത്സരിച്ചാലും ഏത് അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു നേതാവായി ജോസ് കെ മാണി അധപതിച്ചിരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം ജോസ് കെ മാണിയുടെ പരാജയം മാത്രമല്ല, വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ കൂടി പരാജയമാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തവണ പ്രചരണ രംഗത്ത് മകൻ കുഞ്ഞുമാണിയെ സജീവമാക്കിക്കൊണ്ടായിരുന്നു ജോസ് കെ മാണി കരുനീക്കങ്ങൾ നടത്തിയത്. പലപ്പോഴും UDFകാരുടെ വീടുകളിലെല്ലാം എത്തിച്ചേർന്ന് ഞങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങളുടെ മക്കൾക്ക് ജോലി വാങ്ങിത്തരാം എന്ന വാഗ്ദാനം വരെ കുഞ്ഞുമാണി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ചിരുന്നു. അതുപോലെ തന്നെ KM മാണിയെ കവച്ചു വെക്കുന്ന രാഷ്ട്രീയ ഗിമിക്കുകളും കുഞ്ഞുമാണിയുടെ കയ്യിലുണ്ട്. എന്നാൽ ഇതൊന്നും ഫലപ്രാപ്തിയിലെത്താഞ്ഞതോടെ കുഞ്ഞുമാണിയുടെ രാഷ്ട്രീയ ഭാവിയും ഏറെക്കുറെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ്സുകാർ പോലും കുഞ്ഞുമാണിയെ രാഷ്ട്രീയമായി ഒരു ശകുനപ്പിഴയായി കാണുന്നു എന്നൊരു മുറുമുറുപ്പും കേരള കോൺഗ്രസ് വൃത്തങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. അതായത് കുഞ്ഞുമാണി എവിടെയൊക്കെ പ്രചരണത്തിനെത്തുന്നു അവിടെയെല്ലാം ആ മുന്നണിയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കുഞ്ഞുമാണി പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെടുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭയിൽ കുഞ്ഞുമാണി വോട്ട് ചോദിക്കാനിറങ്ങിയ എല്ലാ വാർഡുകളിലും, അതായത് ജോസ് കെ മാണിയുടെ വീടിരിക്കുന്ന വാർഡിൽ പോലും ദയനീയ പരാജയമാണ് മാണി ഗ്രൂപ്പുകാർക്ക് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞുമാണി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ടോബിൻ കെ അലക്സിന് വേണ്ടി വലവൂർ ഡിവിഷനിൽ വോട്ട് ചോദിക്കുവാൻ ഇറങ്ങി. അവിടെയും ടോബിൻ കെ അലക്സ് ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. രാമപുരം പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞുമാണി വോട്ട് അഭ്യർത്ഥിച്ച് ഇറങ്ങുകയുണ്ടായി. കുഞ്ഞുമാണി ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന മരങ്ങാട് ബൂത്തുകളിൽ നിന്നാണ് UDF സ്ഥാനാർത്ഥിയായ മാണി സി കാപ്പൻ രാമപുരം പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ലീഡ് നേടിയത് എന്നതും കുഞ്ഞുമാണിയുടെ ശകുനപ്പിഴയായിട്ടാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത്. 2021 തൻ്റെ ഭാര്യയായ നിഷ ജോസ് കെ മാണിയെ പ്രചരണത്തിലിറക്കിക്കൊണ്ടും ജോസ് കെ മാണി ചില കരുനീക്കങ്ങൾ നടത്തിയെങ്കിലും അതിനും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. ഇങ്ങനെ ജോസ് കെ മാണിയും ഭാര്യയും മക്കളും ഉൾപ്പെടെ എല്ലാവരും കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിർഭാഗ്യ ചിഹ്നങ്ങളായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ എത്ര കാലം മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന ചോദ്യം പ്രസക്തമാണ്. അതുപോലെ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ പരാജയപ്പെട്ടതോടെ സ്വന്തം തട്ടകമായ പാലായിലേക്ക്, സ്വന്തം നാടായ പാലായിലേക്ക് തിരികെ എത്തുമ്പോൾ അതും ജോസ് കെ മാണിക്ക് വലിയ ഭീഷണിയായി മാറും. ഇത്തരത്തിൽ നോമിനേറ്റഡ് അംഗമായതുകൊണ്ട് മാത്രം രാജ്യസഭാ MP എന്ന നിലയിൽ ജനപ്രതിനിധിയുടെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന ജോസ് കെ മാണി 2030 രാജ്യസഭാ ടേം പൂർത്തിയാകുന്നതോടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുവാൻ സാധ്യതയുണ്ട് എന്നുവരെ ചില രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പായും പറയുവാൻ സാധിക്കും, KM മാണിയുടെ രാഷ്ട്രീയ പൈതൃകം നിലനിർത്തുവാൻ മകനായിട്ടുള്ള ജോസ് കെ മാണിക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹം വെറും ഒരു ഊതിപ്പെരുപ്പിച്ച ബലൂനാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജോസ് കെ മാണി ജനപ്രതിനിധിയാകുമോ എന്ന കാര്യത്തിൽ തർക്കങ്ങളും സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഇനി പാലാ നഗരസഭയിലേക്ക് മത്സരിച്ച് മുനിസിപ്പൽ ചെയർമാനാകുവാനുള്ള സാധ്യതയുണ്ടെന്ന പരിഹാസം നേരത്തെ 2021 പരാജയപ്പെട്ടപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയർന്നിരുന്നു. എന്നാൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലാ മുനിസിപ്പാലിറ്റിയും UDF പിടിച്ചെടുത്തതോടെ അതിനുപോലും അദ്ദേഹത്തിന് സ്കോപ്പില്ല എന്നതാണ് വസ്തുത. ഇത്തരത്തിൽ സമ്പൂർണ്ണ പരാജയമായിട്ടുള്ള ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ ദുരന്തത്തിന് എത്ര കാലം മാണി ഗ്രൂപ്പ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുവാനും പിടിച്ചു നിർത്തുവാനും സാധിക്കും എന്നുള്ള ചോദ്യങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.